ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെയും ഇന്നുമായി തിയേറ്ററിലെത്തിയ വിവിധ സിനിമകളുടെ കളക്ഷൻ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിലവിൽ വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 29 ദിവസത്തെ വിശദമായ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. കല്യാണി, പ്രിയദർശൻ, നസ്രിയൻ എന്നിവർ പ്രധാന താരങ്ങളായി ഡൊമിനിക് അരുൺ തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഈ സിനിമ ഓണം റിലീസായി ഓഗസ്റ്റ് 28-നായിരുന്നു തിയേറ്ററിലെത്തിയിരുന്നത്. 29-ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച ഈ സിനിമ കേരളത്തിൽ 65 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. ടോട്ടൽ 107,96 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ 29 ദിവസത്തെ കേരള കളക്ഷൻ. റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി 56,45 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 29 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 164,41 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. GCC ഓവർസീസ് കളക്ഷനായി $13.158 മില്യൺ കളക്ട് ചെയ്തിട്ടുള്ളത്. അതായത് 116,71 ലക്ഷം രൂപ. ആദ്യ 29 ദിവസം കൊണ്ട് 281,12 ലക്ഷം രൂപയാണ് ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. അതേസമയം 30-ാം ദിവസവും 5-ാമത്തെ വെള്ളിയാഴ്ചയും കൂടിയ ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ ഇന്നലെ നേടിയതിനേക്കാൾ വർധനവാണ് വന്നിട്ടുള്ളത്. ഇന്നലെ ഈ സിനിമ കേരളത്തിൽ 65 ലക്ഷം രൂപയാണ് നേടിയെടുത്തതെങ്കിൽ ഇന്ന് 75 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 30 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 108,60 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത്. സിനിമയുടെ 30 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 282,50 ലക്ഷം റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഷെയ്ൻ നിഗം നായകനായി നവാഗതനായ ഉണ്ണി ശിവലിംഗം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് തമിഴിലും മലയാളത്തിലുമായി തിയേറ്ററിലെത്തിയ ഒരു സ്പോർട്സ് ഗാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ബൾട്ടി. ഷെയ്ൻ നിഗത്തിന്റെ 25-ാം സിനിമ കൂടിയ ബൾട്ടി പോസിറ്റീവ് അഭിപ്രായമാണ് നിലവിൽ നേടിയെടുത്തിരിക്കുന്നത്. ചിത്രത്തിൽ ശന്തനു ഭാഗ്യരാജ്, സെൽവരാഘവൻ, പ്രീതി അസ്രാണി, അൽഫോൺസ് പുത്രൻ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ഈ സിനിമ ആദ്യ ദിവസമായ ഇന്ന് വെള്ളിയാഴ്ച കേരളത്തിൽ ഏകദേശം 85-90 ലക്ഷം റേഞ്ചിൽ കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ ആദ്യ ദിവസം മികച്ച തുടക്കം നേടിയെടുത്തിരിക്കുന്ന ഈ സിനിമ തമിഴ്നാട്ടിൽ ആദ്യ ദിവസം 60 ലക്ഷം റേഞ്ചിൽ കളക്ഷനും പ്രതീക്ഷിക്കുന്നുണ്ട്. സിനിമയുടെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷൻ 2 കോടിക്ക് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. പവൻ കല്യാൺ നായകനായി 2025-ൽ തിയേറ്ററിലെത്തി വമ്പൻ പരാജയം ഏറ്റുവാങ്ങിയ ഹരിഹര വീരമല്ലുവിന് ശേഷം ഇന്നലെ സെപ്റ്റംബർ 25 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ രണ്ടാമത്തെ തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് ദൈ കാൾ ഹിം ഓജി. 2025-ൽ തിയേറ്ററിലെത്തി ആദ്യ സിനിമ പരാജയമായെങ്കിൽ രണ്ടാമത്തെ സിനിമ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് വമ്പൻ കളക്ഷനുമായി മികച്ച തുടക്കമാണ് നേടിയെടുത്തിരിക്കുന്നത്. സുജിത് തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഇമ്രാൻ ഹാഷ്മി, പ്രിയങ്ക മോഹൻ, അർജുൻ ദാസ്, ശ്രേയ ഷെട്ടി, പ്രകാശ് രാജു എന്നിങ്ങനെയായിരുന്നു മറ്റ് താരങ്ങൾ. സിനിമ പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗിലൂടെ ഒഫീഷ്യൽ കളക്ഷൻ ഡാറ്റ പ്രകാരം 100 കോടിയാണ് കളക്ട് ചെയ്യുന്നത്. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പ്രസിദ്ധീകരിച്ചപ്പോൾ 154 കോടി രൂപയാണ് ഈ സിനിമ ലോകമെമ്പാടുമായി നേടിയെടുത്തിരിക്കുന്നത്. എന്നാൽ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് 131 കോടി മുതൽ 144 കോടി വരെയുള്ള വ്യത്യസ്തമായ കളക്ഷൻ ഡാറ്റയാണ് വിവിധ ട്രാക്കേഴ്സ് പുറത്തുവിട്ടിട്ടുള്ളത്. എന്നാൽ കേരളത്തിൽ പ്രീമിയർ ഷോ കളക്ഷൻ ഉൾപ്പെടെ ആദ്യ ദിവസം 15,75,000 രൂപ മാത്രമാണ് ഈ സിനിമയ്ക്ക് കളക്ട് ചെയ്യാനായത്. ഇനി രണ്ടാം ദിവസം കൂടിയായ ഇന്ന് വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 7 ലക്ഷം റേഞ്ചിൽ മാത്രമാണ് ഈ സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ടുള്ളത്. 2 ദിവസം കൊണ്ട് 22 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. രണ്ടാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി ഏകദേശം 60 കോടി റേഞ്ചിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 250 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ ആദ്യ 2 ദിവസം കൊണ്ട് തന്നെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 200 കോടി റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത്. ബുക്ക് മൈ ഷോ ട്രെൻഡിങ്ങിൽ ഓജി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെടുന്നത് ജോളി LLB 3 എന്ന ബോളിവുഡ് സിനിമയ്ക്കാണ്. അക്ഷയ് കുമാർ നായകനായി സുഭാഷ് കപൂർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഈ സിനിമ സെപ്റ്റംബർ 19-നായിരുന്നു തിയേറ്ററിലെത്തിയത്. ഈ സിനിമയുടെ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 7 ദിവസത്തെ കളക്ഷൻ ഡാറ്റ പുറത്തു വരുമ്പോൾ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 20 ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട്. സിനിമയുടെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ 74 കോടി രൂപയാണ്. 88,50 ലക്ഷം രൂപയാണ് 7 ദിവസത്തെ ഗ്രോസ് കളക്ഷൻ. വിദേശ കളക്ഷനായി 24,50 ലക്ഷം രൂപ സ്വന്തമാക്കിയ സിനിമ ആദ്യ 7 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 113 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. തേജ സജ്ജൻ നായകനായി കാർത്തിക് കട്ടംനേനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 12-ന് തിയേറ്ററിലെത്തിയ തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് മിറായി. നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കി കഴിഞ്ഞ ഈ സിനിമയുടെ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 14 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്ത്യൻ നെറ്റ് കളക്ഷനായി 84,50 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 99,45 ലക്ഷം നേടിയ ഈ സിനിമ ഇന്നലെ വരെയുള്ള 14 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി ഈ സിനിമ 131,75 ലക്ഷം രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.